സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന രീതിയിൽ മാത്രം ആവേണ്ട ഒരു സിനിമ മമ്മൂക്ക റോള് വെച്ച് മാറിയപ്പോൾ, അതായത് നായകനാകേണ്ട ഇക്ക വില്ലനായപ്പോൾ സിനിമ മാരക സിനിമയായി മാറി. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, കളങ്കാവലിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കളങ്കാവൽ എന്ന വാക്കിന് കേരളത്തിലെ പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂർ ഭാഗത്തെ ക്ഷേത്ര ആചാരങ്ങളുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാളിയൂട്ട് ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാനമാണിത്. ഭദ്രകാളി അസുരനായ ദാരികനെ വധിക്കാനായി നടത്തുന്ന ഉഗ്രമായ തിരച്ചിലിനെയാണ് ആചാരപരമായി കളങ്കാവൽ എന്ന് വിളിക്കുന്നത്. ദേവി വിഗ്രഹം തലയിലേറ്റി ദാരികനെ തേടി അലയുന്ന രീതിയിലുള്ള ഈ ചടങ്ങ് തിന്മയെ ഉന്മൂലനം ചെയ്യാനുള്ള ദേവിയുടെ രൗദ്രഭാവത്തെയും ആവേശത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. ഈ ആചാരപരമായ അർത്ഥം സിനിമയിലേക്ക് വരുമ്പോൾ കഥയ്ക്ക് പുതിയൊരു അർത്ഥം തന്നെ വരുന്നുണ്ട്. ഇതിൽ അസുരനായിട്ട് ആരാ വരുന്നതെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. മമ്മൂക്ക നെഗറ്റീവ് ഷെയ്ഡിൽ വരികയാണെങ്കിൽ ആ സിനിമ വേറെ ലെവലിലായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് വിധേയൻ, ബ്രഹ്മയുഗം, മുന്നറിയിപ്പ്, അതായത് ഒരു നായക കഥാപാത്രമാകുന്നതിനേക്കാളും 10 മടങ്ങ് നാച്ചുറലായിട്ട് വില്ലനായിട്ട് അഭിനയിക്കാൻ മമ്മൂക്കയ്ക്ക് സാധിക്കും, പൊളിച്ചെടുക്കാൻ കഴിയും. എന്തായാലും മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് ഈ സിനിമയിൽ മെയിൻ സംഭവമായിട്ടുള്ളത്. ഈ വർഷത്തെ, അതായത് 2025 അവസാനത്തെ വമ്പൻ ഹിറ്റ് എന്നൊക്കെ ധൈര്യമായിട്ട് ഈ ഒരു സിനിമയെ നമുക്ക് പറയാം. ഇതിനു മുകളിൽ ഒരു വലിയ ഹിറ്റ് ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടം തന്നെയാണ്. സാധാരണ ഒരു സസ്പെൻസ് ത്രില്ലർ അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലർ പടം എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാൻ ഈ സിനിമയെ പറ്റില്ല. സിനിമയുടെ ഡൈനാമിക്സ് തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് വില്ലന്റെയും നായകന്റെയും പ്രകടനം. മമ്മൂക്കയെ പോലീസ് വേഷത്തിലും വിനായകനെ വില്ലൻ വേഷത്തിലും കണ്ടു ശീലിച്ച നമ്മളെ സംവിധായകൻ ജിതിൻ കെ ജോസ് തിയേറ്ററുകളിൽ വേറൊരു എക്സ്പീരിയൻസ് ആണ് അവരെ നമ്മളെ കാണിച്ചു തരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക തിയേറ്ററുകളിൽ തീയിട്ടു എന്ന് തന്നെ പറയാം. ഇപ്പോൾ അത് ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്, ആ തീയിൽ എല്ലാവരും ഉരുകിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയില്ല. അതുപോലെ അത്രയും അത്രയും ഇൻട്രസ്റ്റിങ്ങോട് കൂടിയാണ് ആളുകൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബ്രഹ്മയുഗത്തിലൊക്കെ കണ്ട പോലത്തെ മമ്മൂക്കയെ അല്ല ഇതിൽ കാണുന്നത്. അതുപോലെ ആളുടെ പഴയ പോലീസ് വേഷങ്ങളുടെ ഒരു നിഴൽ പോലും ഇതിലില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. നാഗർകോവിൽ തിരുവനന്തപുരം ബോർഡറിലുള്ള ഒരു സാധാരണക്കാരനായി വന്ന് പിന്നീട് കില്ലിങ്ങിലേക്ക് കടക്കുമ്പോൾ, അതായത് ഒരു കില്ലറായി മാറുമ്പോൾ പുള്ളിയുടെ മുഖത്ത് വരുന്ന ഭാവമാറ്റമൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ അത്രയും രസമായിരിക്കും. അത് തിയേറ്ററിൽ തന്നെ കാണണം. സിഗരറ്റ് വലിക്കുന്നതും ആ പെരുമാറ്റവും, സിഗരറ്റ് വലിക്കുന്നതൊക്കെ നമ്മൾ ഓൾറെഡി കുറെ പോസ്റ്ററുകളിലൊക്കെ കണ്ടതാണ്. അതിൻ്റെയൊക്കെ വേറെ 10 മടങ്ങ് സംഭവമാണ് തിയേറ്ററിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കണ്ണിൽ ചോരയില്ലാത്ത ഒരു സൈക്കോപാത്ത്, അതിനും കൂടുതൽ ഒന്നും വിശേഷിപ്പിക്കാൻ ഈ ഒരു ക്യാരക്ടറിനെ സാധിക്കില്ല. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ വിനായകന്റെ കാര്യം തന്നെയാണ്. മമ്മൂക്കയെ പോലെ ഒരു നടൻ വില്ലനായി നിൽക്കുമ്പോൾ അതിന് ഒട്ടും കുറയാത്ത രീതിയില്ല. അതായത് ഒരിക്കലും അദ്ദേഹത്തിന്റെ അഭിനയത്തിന് ഒരു ഒരു കുറവ് നമുക്ക് തോന്നില്ല. മമ്മൂക്കയോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസർ ആയിട്ട് വിനായകൻ തകർത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ എല്ലാവരും തിരുവനന്തപുരം സ്ലാങ് ഒക്കെയാണ് പിടിച്ചിട്ടുള്ളത്. പക്ഷെ വിനായകൻ ആ സമയത്ത് ചെറിയൊരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. ആ സമയത്തല്ല, ആ ഒരു സ്ലാങ്ങിൽ ചെറിയൊരു നമുക്ക് തോന്നില്ല. അങ്ങനെ ഒരു വിഷയം മാത്രമാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്. പക്ഷേ അഭിനയത്തിന്റെ കാര്യം വരുമ്പോൾ വിനായകനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ക്ലൈമാക്സിലൊക്കെ മമ്മൂക്കയേക്കാൾ കയ്യടി വിനായകന് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആ കാസ്റ്റിംഗിന്റെ വിജയമാണ്. ടെക്നിക്കൽ വശങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ മുജീബ് മജീദിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്ത് പറയുക തന്നെ വേണം. വെറുതെ ബഹളം ഉണ്ടാക്കാത്ത ആ മൂഡിനനുസരിച്ചുള്ള മ്യൂസിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഫൈസൽ അലിയുടെ ക്യാമറയും പ്രവീൺ പ്രഭാകരന്റെ എഡിറ്റിംഗും ഒക്കെ സിനിമയുടെ ആ ഒരു മിസ്റ്ററി മൂഡ് ഉണ്ടല്ലോ, അത് നിലനിർത്താൻ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ജിതിൻ കെ ജോസ് എന്ന സംവിധായകൻ എന്തായാലും മലയാള സിനിമയിൽ ഇനി പുതിയ രീതിയിലുള്ള ചരിത്രം കുറിക്കുമെന്നുള്ള ഒരു കാര്യത്തിൽ സംശയം വേണ്ട. കഥയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് ഞാൻ സ്പോയിലർ ആക്കുന്നില്ല. പക്ഷേ ഇതൊരു സാധാരണ സിമ്പിൾ ത്രില്ലർ സിനിമയല്ല, മറിച്ച് ആ കഥാപാത്രങ്ങളുടെ സൈക്കോളജിയിലുള്ള ഒരു സഞ്ചാരമായിട്ട് നമുക്ക് ഇതിനെ കാണാം. ഇനി ഈ സിനിമ നേടിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് സിനിമ ഇറങ്ങിയതിന് ശേഷം നേടിയ കുറച്ച് കാര്യങ്ങൾ. വെറുതെ പടം കൊള്ളാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിന് തെളിവ് ഞാൻ തരണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. റിലീസിന് മുമ്പ് വലിയ ഹൈപ്പൊന്നും ഇല്ലായിരുന്നെങ്കിലും, വലിയ ഹൈപ്പില്ല എന്ന് പറഞ്ഞെങ്കിലും ഈ സംഭവം വേറെ ഉണ്ട് കേട്ടാ. നമ്മുടെ ഇക്ക വില്ലനായതുകൊണ്ടുള്ളൊരു ചെറിയല്ല വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. എന്നാലും വലിയ മാരക ഹൈപ്പ് എന്ന് പറയാനില്ല. ഈ അടുത്തൊക്കെയാണ്, കുറച്ചൊക്കെ ആയിട്ടാണ് ഈ ഹൈപ്പ് വന്നത്. എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ സംഭവം വേറെ ലെവലായി മാറുകയാണ്. ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് 2025 കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ 3ാമത്തെ പ്രീസെയിൽ കളക്ഷനാണ് കളങ്കാവൽ നേടിയിരിക്കുന്നത്.
ഏകദേശം 2.25 കോടിയോളം രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രം പ്രീ സെയിൽ വഴി കിട്ടിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. ലോകമെമ്പാടുമായി നോക്കുമ്പോൾ അത് 2.3 കോടിക്ക് മുകളിൽ വരും. ആദ്യ ദിവസത്തെ ഗ്രോസ് കളക്ഷൻ തന്നെ 2.5 കോടിക്ക് മുകളിലാണ് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തുടക്കത്തിൽ വലിയ ബഹളമൊന്നും ഇല്ലാതിരുന്നിട്ടും തുടരും പോലുള്ള വമ്പൻ ഹിറ്റുകളുടെ തൊട്ട് പിന്നിൽ സ്ഥാനം പിടിക്കാൻ, അതായത് ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എമ്പുരാനാണ്. അതിന് തൊട്ട് താഴെ അത് അത്രയും ഹൈപ്പിലൊന്നും പടരട്ട. അതുപോലെ അതിന് തൊട്ട് താഴെ തുടരും, അതും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ലാലേട്ടനാണ് അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സിനിമയ്ക്ക് വരുന്നുണ്ടെങ്കിൽ, അതായത് അത്രത്തോളം പോലും ഹൈപ്പില്ലാതെ ഈ ഒരു സിനിമയ്ക്ക് പ്രീ സെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സംഭവം കൊണ്ട് തന്നെയാണ്. മമ്മൂക്ക എന്ന് പറഞ്ഞ സംഭവം തന്നെയാണ് ഇതിലുള്ളത്. അത് സാധാരണ ഒരു മമ്മൂക്ക പടമല്ലല്ലോ, നേരെ തിരിച്ച് ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് ഇക്ക വരുന്നത് എന്നുള്ളൊരു ഏറ്റവും വലിയൊരു സംഭവം ഇതിലുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ മമ്മൂക്കയുടെയും വിനായകൻ്റെയും പ്രകടനങ്ങൾ കൊണ്ടും ബോക്സ് ഓഫീസ് നമ്പറുകൾ കൊണ്ടും ഈ വർഷത്തെ അവസാനം കളങ്കാവൽ തൂക്കി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ നിങ്ങൾ സിനിമ കാണുക. മസ്റ്റ് വാച്ച് സിനിമ തന്നെയാണ്.